നടിയും അവതാരകയും സംരംഭകയുമായ ആര്യയുടെ ജീവിതത്തിലുണ്ടായ പ്രണയനഷ്ടങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. സിനിമയിലെ വില്ലന്മാരെ പോലും കവച്ചുവെക്കുന്ന അഭിനയ പാടവം കാഴ്ചവെച്ച ആളാണ് ആര്യയുടെ മുൻ കാമുകനെന്നും 3 വർഷക്കാലം പ്രണയവും ലിവിംഗ് ടുഗദറും ഒക്കെയായി ആര്യയെ എല്ലാവിധത്തിലും ചൂഷണം ചെയ്തതിനു ശേഷം നിഷ്കരണം ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ് ഉണ്ടായതെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബിഗ് ബോസ് ഷോയിൽ മത്സരാർത്ഥിയായി എത്തിയത് ആര്യയ്ക്ക് നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയതെന്നും പറയുന്നുണ്ട്. ബിഗ് ബോസിൽ നിന്നും ആര്യയ്ക്ക് പണം കിട്ടിയതൊഴിച്ചാൽ ആ ഷോ നഷ്ടക്കച്ചവടമായിരുന്നു. ഇമേജിനോടൊപ്പം തന്റെ പ്രേമഭാജനത്തെ നഷ്ടമായി. ഇത് ആര്യ ഡിപ്രഷനിലേക്ക് തള്ളിവിട്ടു. ഇതിൽ നിന്നെല്ലാം മോചിതയാകാൻ 1 വർഷക്കാലം വേണ്ടി വന്നെന്നും ആലപ്പി അഷ്റഫ് ഇപ്പോൾ ആര്യയെക്കുറിച്ച് പറയുന്നു. വേദനകൾ നമ്മെ തകർക്കാനല്ല ശക്തരാക്കാൻ വരുന്ന അധ്യാപകരാണ്. പരീക്ഷയുടെ തീയിൽ ചുട്ടെടുക്കുമ്പോഴാണ് മനസ്സിന്റെ യഥാർത്ഥ ദൃഢത രൂപം കൊള്ളുന്നത്. വീണിടങ്ങൾ പരാജയങ്ങളുടെ അടയാളങ്ങളല്ല, ഉയർത്തെഴുന്നേൽക്കാൻ പഠിപ്പിച്ച ഇടങ്ങളാണ്. ഓരോ വീഴ്ചയും ഒരു പുതിയ ഉണർവിന്റെ നിശബ്ദമായ തുടക്കമാണ്. ചുട്ടുപൊള്ളുന്ന ജീവിതാനുഭവങ്ങളുടെ തീയിൽ നിന്നുകൊണ്ട് ജീവിതത്തെ വാർത്തെടുത്ത് ഉയരങ്ങളിലേക്ക് പതുക്കെ പറന്നുയർന്നുകൊണ്ടിരിക്കുന്ന നടിയും അവതാരകയും സംരംഭകയും ഒക്കെ ആര്യയുടെ വെല്ലുവിളികൾ നിറഞ്ഞ അനുഭവ കഥകളാണ്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥികളിൽ ഏറെയും ഏതെങ്കിലും വിധത്തിൽ വിവാദങ്ങളിലോ മറ്റു പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവൈവ് ചെയ്തവരോ സമൂഹത്തിൽ വളരെ മോശപ്പെട്ട ഇമേജ് ഉള്ളവരൊക്കെ ആയിരിക്കും മത്സരാർത്ഥികളായി വരിക. എന്നാൽ ഇതൊന്നും കൂടാതെ നല്ല ഇമേജ് ഉള്ളവരെയും സമൂഹത്തിൽ അറിയപ്പെടുന്നവരെയും അംഗീകാരമുള്ളവരെയും ഉൾപ്പെടുത്താറുണ്ട്. അപ്രകാരം സമൂഹത്തിൽ അറിയപ്പെടുന്നതും നല്ല ഇമേജ് ഉള്ളതും ജനങ്ങളുടെ സ്നേഹവും ആദരവും ഒക്കെ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ആര്യ. ബിഗ് ബോസ് മത്സരാർത്ഥിയായി ആര്യ എത്തുന്നു എന്നറിഞ്ഞപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം പ്രേക്ഷകർ അവരുടെ അവിടുത്തെ പ്രകടനം കാണുവാൻ സന്തോഷഭരിതരായി കാത്തിരുന്നു. എന്നാൽ അവരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകടനമാണ് ആര്യ അവിടെ കാഴ്ചവെച്ചത്. ആര്യയ്ക്ക് ജനഹൃദയങ്ങളിലുണ്ടായിരുന്ന സ്നേഹവും അംഗീകാരവും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ആര്യ അവിടെ നിന്നും പുറത്തിറങ്ങിയത്. ആര്യ ബഡായി എന്ന പേരിന് പകരം വിഷപ്പാമ്പ് എന്നും ആര്യവെമ്പാല എന്നുള്ള പേരുമൊക്കെ അവർക്ക് പലരും ചാർത്തി കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസിൽ നിന്നും ആര്യയ്ക്ക് കുറച്ച് പണം കിട്ടിയതൊഴിച്ചാൽ ആ ഷോ ആര്യയെ സംബന്ധിച്ചൊരു നഷ്ട കച്ചവടമായിരുന്നു. താൻ അതുവരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സൽപ്പേര് മാത്രമല്ല നഷ്ടപ്പെട്ടത്, താൻ ജീവനത്തുല്യം സ്നേഹിച്ച പ്രേമഭാജനത്തെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഈ നഷ്ടങ്ങളൊക്കെ ആര്യയെ പാനിക് അറ്റാക്കിലേക്കും ഡിപ്രഷനിലേക്കുമൊക്കെ തള്ളിവിടുകയാണ് ഉണ്ടായത്. അതിൽ നിന്നൊക്കെ മോചിതയാകാൻ ഏതാണ്ട് 1 വർഷക്കാലം വേണ്ടി വന്നു എന്നാണ് ആര്യ പറയുന്നത്. ആര്യയ്ക്ക് ബിഗ് ബോസിൽ പോകാൻ പ്രചോദനം നൽകിയതും അതിനുവേണ്ടി എയർപോർട്ടിൽ കൊണ്ടുചെന്നാക്കിയതും തൻ്റെ പ്രിയപ്പെട്ട കാമുകനായിരുന്നു. ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പുള്ള വീഡിയോ കോളിൽ വേർപാടിൻ്റെ വേദനയിൽ അയാൾ പൊട്ടിക്കരയുന്നത് കണ്ട് കരളലിയിക്കുന്ന വേദനയോടെയാണ് ആര്യ ഹൗസിനുള്ളിലേക്ക് കടന്നുപോയത്. എന്നാൽ ആര്യയുടെ നിഷ്കളങ്കമായ ആ സ്നേഹത്തെ തൻ്റെ കാമുകനായ വില്ലൻ ചൂഷണം ചെയ്യുകയാണെന്നുള്ളത് ആ പാവം അപ്പോൾ അറിഞ്ഞിരുന്നില്ല. സിനിമയിലെ വില്ലന്മാരെ പോലും കവച്ചുവെക്കുന്ന അഭിനയ പാടവം കാഴ്ചവെച്ച ആളാണ് ഇയാളെന്ന് പറയാതെ വയ്യ. 2 പ്രാവശ്യത്തെ വിവാഹമോചനം കഴിഞ്ഞ ആളാണ് ഇയാൾ. 3 വർഷക്കാലം പ്രണയവും ലിവിംഗ് ടുഗദറും ഒക്കെയായി ആര്യ എല്ലാവിധത്തിലും ചൂഷണം ചെയ്ത ശേഷം നിഷ്കരണം ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ് ഉണ്ടായത്. ബിഗ് ബോസിലെ 75 ദിവസത്തെ സംഘർഷഭരിതമായ ജീവിതത്തിന് ശേഷം പുറത്തിറങ്ങിയ ആര്യ ആദ്യം വിളിച്ചത് തൻ്റെ മകളെയോ വീട്ടുകാരെയോ ആയിരുന്നില്ല, ആ കൊടും ചതിയനെയായിരുന്നു. 1 പ്രാവശ്യമല്ല, നിരവധി പ്രാവശ്യം തുടരെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊന്നും അയാൾ ഫോൺ എടുത്തില്ല. അവസാനം ഒരു നിവൃത്തിയുമില്ലാതെ അയാൾ തിരികെ വിളിച്ചു. ഉറങ്ങിപ്പോയത് കൊണ്ടാണ് ഫോൺ എടുക്കാത്തതെന്നൊരു ന്യായം പറഞ്ഞു. ഒരു താല്പര്യവുമില്ലാതെ അയാൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആര്യയ്ക്ക് സങ്കടവും സംശയവും തോന്നി. പിന്നീടാണ് തന്നെ ഞെട്ടിച്ച് തൻ്റെ മനസ്സിനെ അപ്പാടെ തകർത്ത് കളഞ്ഞ സത്യം ആര്യ അറിയുന്നത്. അയാൾ താൻ പരിചയപ്പെടുത്തിയ തൻ്റെ പ്രിയ കൂട്ടുകാരിയുമായി ജീവിതം തുടങ്ങി കഴിഞ്ഞുവെന്ന്. ആര്യ തന്നെ ചതിച്ചു കടന്നു കളഞ്ഞ കാമുകനെ പറ്റി പറയുമ്പോൾ ഇന്നും വിങ്ങി പൊട്ടാറുണ്ട്. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അയാളുടെ പ്രണയവും ഇഷ്ടവും ആര്യയുടെ മനസ്സ് എത്രത്തോളം സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ്.